പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കൊച്ചു ദേവദാരു എന്ന ഒരു റഷ്യൻ കഥയാണ് ചർച്ച ചെയ്യുന്നത്. സെർഗെയ് മിഖായ്ലോവിൻ്റെ കൊച്ചു ദേവദാരു ഒരേ സമയം ബാല സാഹിത്യകൃതിയും പരിസ്ഥിതി അവബോധം വളർത്തുന്ന ഒരു ചെറുകഥയുമാണ്. വായിക്കുമ്പോൾ ഇത് ദേവദാരുവിൻ്റെ കുട്ടിക്കാല അനുഭവങ്ങൾ പങ്കുവെക്കുന്ന കഥയാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇത് ദേവദാരു ജീവിക്കുന്ന ആവാസ വ്യവസ്ഥകളെയും ഋതു വൈവിധ്യങ്ങളെയും വൃക്ഷ ജന്തുജാലങ്ങളെയും അവയുടെ സഹവർത്തിത്വത്തെയും കാണിച്ചു തരുന്ന കഥയാണ്. മലയാളത്തിലേക്ക് ഈ കഥ തർജ്ജമ ചെയ്തത് സി തങ്കമാണ്. കൊച്ചു ദേവദാരു മരത്തെ മുറിച്ചു മാറ്റാതെ പുതുവർഷ മരമായി അലങ്കരിച്ച ഒരു വനപാലകൻ്റെ സ്നേഹത്തിൻ്റെ കഥ കൂടിയാണ് കൊച്ചു ദേവദാരു. കഥാരംഭത്തിൽ ദേവദാരുവും മറ്റു വൃക്ഷങ്ങളും എങ്ങനെയാണ് വളരുന്നത് എന്നാണ് പറയുന്നത്. ദേവദാരു വൃക്ഷം ഹിമാലയ പ്രദേശങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരു വൃക്ഷമാണ്. വനപാലകൻ്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിൻ്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു. ആരും നടാതെ തന്നെ ഒരു കൊച്ചു തൈ ആ വനപാലകൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള തുറന്ന പ്രദേശത്ത് വളർന്നു വന്നു. അടുത്തുള്ള കാട്ടിലെ വൻ പൈൻമരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. തൊട്ടടുത്തൊരു കാടുണ്ടായിരുന്നു. ആ കാട്ടിലെ വലിയ പൈൻമരങ്ങളും മറ്റു ദേവദാരു വൃക്ഷങ്ങളുമൊക്കെ വാത്സല്യത്തോടെയാണ് ഈ കൊച്ചു ദേവദാരുവിനെ നോക്കിയിരുന്നത്. ഈ കൊച്ചു ദേവദാരുവിന് അത്ര അഴകുണ്ടായിരുന്നു. വളരെ സുന്ദരിയായിരുന്നു അവൾ. അതിൻ്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷങ്ങളെപ്പോലെ അതും വളർന്നു. വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു. കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു. എലികൾ അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. പലതരത്തിലുള്ള ഷഡ്പദങ്ങൾ അതിൻ്റെ അരികിൽ ജീവിച്ചു വന്നു. നിരവധി ജീവജാലങ്ങൾക്ക് ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കാൻ ഈ കൊച്ചു ദേവദാരുവിന് കഴിഞ്ഞു. അത് വെയിൽ കൊണ്ടും മഞ്ഞുകൊണ്ടും മഴയിൽ കുളിച്ചുമെല്ലാം അങ്ങനെ വളർന്നു വരികയാണ്. അപ്പോഴാണ് നിരവധി ആളുകൾ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഷഡ്പദങ്ങളും എലികളുമൊക്കെ ആ കൂട്ടത്തിലുള്ളവയായിരുന്നു. ചിത്രശലഭങ്ങൾ അതിൻ്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിക്കുകയായിരുന്നു. രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റി പറന്നു. ധാരാളം കിളികൾ അതിന് ചുറ്റും പറന്നുപോയി. ഒരു ദിവസം കൊച്ചു ദേവദാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഒരു ജീവനുള്ള മുയൽ ആ കൊച്ചു ദേവദാരുവിൻ്റെ അടുത്തുകൂടി വരുന്നു. അതിനോട് സംസാരിക്കുകയും അങ്ങനെ പരിചയപ്പെടുകയും ചെയ്തു. ആ തുറന്ന പ്രദേശത്ത് ഒറ്റക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടിട്ടില്ല. ഒരു തുറന്ന പ്രദേശത്ത് ഒറ്റക്ക് വളർന്നു വന്നതാണ്. പക്ഷേ ഒരിക്കൽ പോലും അതിന് ഏകാന്തത അനുഭവപ്പെട്ടില്ല. കാരണം നിരവധി പക്ഷികളും മൃഗങ്ങളുമൊക്കെ അതിൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു. ഒരു മുയലിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അതുപോലെ ചിത്രശലഭങ്ങൾ, കിളികളെല്ലാം അതിനടുത്തുകൂടി പറന്നു പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു മാഗ്പൈ അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആ കൊച്ചുമരത്തിൻ്റെ ചില്ലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ആടുകയാണ് ഈ മാഗ്പൈ. ഈ മാഗ്പൈയോട് വളരെ വിനയത്തോടു കൂടെ കൊച്ചു ദേവദാരു പറഞ്ഞു, ദയവായി എൻ്റെ ചില്ലകളിൽ ഇരുന്ന് ആടരുത്, അതൊടിഞ്ഞു പോകും. മാഗ്പൈയോട് വളരെ വിനയത്തോടു കൂടിയാണ് കൊച്ചു ദേവദാരു പറയുന്നത്. എങ്ങനെയാണ് പറഞ്ഞത്? ദയവായി എൻ്റെ ചില്ലകളിലിരുന്ന് ആടരുത്, അത് ഒടിഞ്ഞു പോകും. പക്ഷേ മാഗ്പൈ മര്യാദയില്ലാതെയാണ് മറുപടി പറഞ്ഞത്. അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്ക് എന്തു പ്രയോജനം? എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിൻ്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടു പോകും, തീർച്ച. അത് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ചില്ലകൾ കൊണ്ട് നിനക്കൊരു പ്രയോജനവുമില്ല. എന്തായാലും പുതുവർഷം ഇങ്ങോട്ട് വരികയാണല്ലോ, അപ്പോൾ നിൻ്റെ തലപ്പ് ആരെങ്കിലും വെട്ടിക്കൊണ്ടു പോകും തീർച്ചയായും. ഈ സമയത്ത് കൊച്ചു ദേവദാരു, എൻ്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടു പോകും? എന്തിനു വേണ്ടി? മൃദുസ്വരത്തിലാണ് അവൾ ചോദിച്ചത്. നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും എന്ന് മാഗ്പൈ മറുപടി പറഞ്ഞു. നിനക്കറിഞ്ഞുകൂടെ, പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും നിന്നെപ്പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകാൻ. നീയാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തുറന്ന സ്ഥലത്തല്ലേ നിൽക്കുന്നത്, നിന്നെ ആരെങ്കിലും വെട്ടിക്കൊണ്ടു പോകുമെന്ന് ഈ മാഗ്പൈ കൊച്ചു ദേവദാരുവോട് പറയാണ്. ഞാൻ ഇവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു, ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. എന്നെ ഇത്രയും നാളായിട്ട് ആരും ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ ആരാണ് എന്നെ ഉപദ്രവിക്കാനായിട്ട് വരുന്നത്? അങ്ങനെ ആ കൊച്ചു മരം തർക്കിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അതിന് ഫലമൊന്നും ഉണ്ടായില്ല. ശരി, നോക്കിക്കോളൂ,
ഈ വർഷം ആളുകൾ തീർച്ചയായും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടുപോകും. ഉറപ്പായിട്ടും ഈ വർഷം നിന്റെ തലപ്പുകൾ ഏതെങ്കിലും മനുഷ്യന്മാർ വന്ന് വെട്ടിക്കൊണ്ടുപോകും. ഒരു ദയവില്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ട് മാക്ബൈ പറന്നുപോയി. അങ്ങനെ വേനൽക്കാലവും ശരത്കാലവും എല്ലാം കഴിഞ്ഞു. ഈ സമയത്തെല്ലാം വളരെ പേടിയോടുകൂടെയാണ് ദേവദാരു ജീവിച്ചത്. മഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ അതിന് ഒട്ടും സമാധാനമില്ലാതെയായി. കാട്ടിലേക്ക് ഓടിപ്പോയി. മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിന് കഴിയില്ലല്ലോ. വളരെ പേടിയായി അവൾക്ക്. ഒരു മഞ്ഞുകാലം എത്തിയതോടുകൂടി കാട്ടിലേക്ക് ഓടി എവിടെയെങ്കിലും പോയി വലിയ മരങ്ങളുടെ ഇടയിൽ ഒളിച്ചാലോ എന്ന് പോലും ആലോചിച്ചു. പക്ഷേ ഒരിക്കലും പോകാൻ സാധിക്കില്ലല്ലോ. ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞ് പെയ്തു. വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞു വീണ് കനം കൊണ്ട് കീഴോട്ട് ചാഞ്ഞു കിടക്കുന്നു. കൊച്ചു ദേവദാരുവിൻ്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു. അത് നന്നായി. ആ കൊച്ചുമരം ആശ്വസിച്ചു. ആ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടത് നന്നായി എന്ന് കൊച്ചുമരം ആശ്വസിക്കുകയാണ്. മഞ്ഞുകൊണ്ട് മൂടിയതിനാൽ ആരും എന്നെ കാണുകയില്ലല്ലോ. എന്താണ് ആശ്വസിക്കാൻ കാരണം? ഈ മഞ്ഞുകൊണ്ട് മൂടിയത് കൊണ്ട് തന്നെ ആരും കാണില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആരും വെട്ടിക്കൊണ്ട് പോകില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ കൊച്ചു ദേവദാരു ആശ്വസിക്കുന്നത്. പിന്നെ വർഷത്തിൻ്റെ അവസാന ദിവസമാണ്. ഡിസംബർ 31 വന്നു ചേർന്നു. ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ദേവദാരു ഈ വിധത്തിൽ ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ നേരെ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ മുകൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി. മഞ്ഞുപാളികൾ അതിൻ്റെ ചില്ലകളിൽ നിന്ന് താഴെ വീണു. ദേവദാരു അതിൻ്റെ പച്ചച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെപ്പോലെ നിലകൊണ്ടു. നിന്നെ ഞാൻ തിരഞ്ഞെടുത്ത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ കൊച്ചു ദേവദാരുവിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ഇത് അയാൾ ശ്രദ്ധിച്ചേയില്ല. ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് കൊച്ചു മരത്തിന് മനസ്സിലായില്ല. എന്തൊരാശ്ചര്യം! അതപ്പോഴും അവിടെ ജീവനോട് നിന്നിരുന്നു. അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കകൾ അനവധി തൂക്കിയിരിക്കുന്നു. അതിൻ്റെ അടി മുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു. അതിൻ്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു. എന്തൊരു ആശ്ചര്യമാണ്! അതാ ആ മരത്തെ അലങ്കരിച്ചിരിക്കുകയാണ് ആ വനപാലകൻ. അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ 2 കുട്ടികൾ, ഒരു സഹോദരനും സഹോദരിയും വനപാലകൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അവർ മഞ്ഞിൽ തെന്നി നടക്കുന്നുള്ള സ്കീ എന്നൊരു ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വനപാലകനും അവരുടെ കൂടെ വന്നു. അയാൾ അവരുടെ അടുത്ത് എത്തിയപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു, പപ്പ, ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷമരമായി അലങ്കരിച്ചത് എത്ര നന്നായി. പപ്പ നോക്കൂ, ഈ കൊച്ചു ദേവദാരു മരത്തെ നമ്മൾ മുറിക്കാതെ തന്നെ പുതുവർഷമരമായി അലങ്കരിച്ചത് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് ആ ആൺകുട്ടി പറഞ്ഞത്. നല്ല ആശയം തന്നെ ഇത്. എത്ര മനോഹരമായ കൊച്ചുമരമാണിത്. എല്ലാ പുതുവർഷവും നമ്മൾ ഈ മരത്തെ അലങ്കരിക്കാം. എല്ലാ വർഷവും നമുക്ക് പുതുവർഷമരമായിട്ട് ഈ കൊച്ചു ദേവദാരു മരത്തെ അലങ്കരിക്കാമെന്നവർ പറയുന്നു. ഈ കഥ സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ദയാസ്നേഹിയും പ്രകൃതി സ്നേഹിയുമായ ഒരു വനപാലകന്റെ കഥയാണിത്. മരങ്ങളെ അത്യധികം അയാൾ സ്നേഹിച്ചിരുന്നു. അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു. പക്ഷേ പുതിയ വനപാലകന്റെ വീടിൻ്റെ മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞ സുന്ദരിയായ ദേവദാരു മരം നിന്നിരുന്നു. ഓരോ പുതുവർഷത്തിൻ്റെ തലേ ദിവസം വരുമ്പോഴും ആ മരം തൻ്റെ കുട്ടിക്കാലത്തെപ്പറ്റി ഓർക്കുമായിരുന്നു. ആ കൊച്ചു ദേവദാരുവിനെ വനപാലകൻ വെട്ടി മുറിവേൽപ്പിക്കാതെ അലങ്കരിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മരങ്ങളെയും ചെടികളെയും സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രകൃതി സ്നേഹത്തിൻ്റെ മഹത്തായ സന്ദേശമാണ് കൊച്ചു ദേവദാരു എന്ന ചെറുകഥ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നിരവധി മനുഷ്യന്മാരുണ്ട്. അക്കൂട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ കഥ കൂടിയാണ് കൊച്ചു ദേവദാരു. കഥയിലെ വനപാലകനും മക്കളും പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ മനുഷ്യ പ്രതീകങ്ങളാണ്. സാധാരണയായി മനുഷ്യർ ദേവദാരുവിൻ്റെ ചില്ലകൾ വെട്ടിയെടുത്ത് അലങ്കരിച്ചാണ് പുതുവർഷം ആഘോഷിക്കുന്നത്. എന്നാൽ കഥയിലെ വനപാലകനും മക്കളും ദേവദാരു എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ച് തന്നെ അവളെ അലങ്കരിച്ച് പുതുവർഷം ആഘോഷിക്കുകയാണ്. എല്ലാ വർഷവും ആഘോഷം അങ്ങനെ മതി എന്നവർ തീരുമാനിക്കുന്നു. ഇത് അവരുടെ പ്രകൃതി സ്നേഹമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യമാണ് കൊച്ചു ദേവദാരു എന്ന കഥ മുന്നോട്ട് വെക്കുന്ന സന്ദേശമെന്ന് നിസ്സംശയം പറയാം. ദേവദാരു മരത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? കൊച്ചു ദേവദാരു മറ്റു മരങ്ങളിൽ നിന്ന് വേറിട്ട് ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. മറ്റുള്ള മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തുറന്ന സ്ഥലത്ത് ഒറ്റയ്ക്കാണ് അവൾ വളർന്നു വന്നത്. ഏകയും സന്തോഷവതിയുമായി ചെറുജീവികളോടും കിളികളോടും കൂട്ടുകൂടിയാണ് അവൾ ജീവിച്ചിരുന്നത്.
മറ്റു മരങ്ങൾ ഏറെ വാത്സല്യത്തോടെ അവളെ നോക്കിയിരുന്നു. ഏകയും സന്തോഷവതിയുമായി ചെറുജീവികളോടും കിളികളോടും കൂട്ടുകൂടിയാണ് അവൾ ജീവിച്ചിരുന്നത്. മാത്രമല്ല മറ്റു മരങ്ങൾ ഏറെ വാത്സല്യത്തോടെ അവളെ നോക്കിയിരുന്നു. ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? മറ്റു മരങ്ങളെല്ലാം കാടുകളിൽ കൂട്ടുചേർന്നാണ് വളർന്നിരുന്നത്. എന്നാൽ ദേവദാരു വനപാലകന്റെ വീടിന് സമീപം തുറന്ന ഒരു പ്രദേശത്താണ് വളർന്നത്. അതുകൊണ്ട് തന്നെ അതിനു ചുറ്റും മരങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ദേവദാരു ഒറ്റപ്പെട്ടു പോയത്. മറ്റു മരങ്ങളെല്ലാം കാടുകളിൽ കൂട്ടുചേർന്നാണ് വളർന്നിരുന്നത്. എന്നാൽ ദേവദാരു വനപാലകന്റെ വീടിന് സമീപം തുറന്ന ഒരു പ്രദേശത്താണ് വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ അതിനു ചുറ്റും മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൊച്ചു ദേവദാരു ഒറ്റപ്പെട്ടു പോയി. ദേവദാരുവിന് ഭയാശങ്കകൾ ഉണ്ടായ സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? കൊച്ചു ദേവദാരു ഒറ്റക്കാണ് വളർന്നതെങ്കിലും ഏകാന്തത ഒട്ടും തന്നെ അനുഭവിച്ചിട്ടില്ല. ധാരാളം ജീവികൾ അവളോട് കൂട്ടുകൂടിയിരുന്നു. എന്നാൽ ഒരിക്കൽ അതിൻ്റെ ചില്ലയിൽ ഒരു മാഗ്പൈ വന്നിരുന്ന് മുന്നോട്ടും പുറകോട്ടും ആടിയപ്പോൾ ചില്ല ഒടിയുമെന്നോർത്ത് അതിന് ഭയം തോന്നി. പുതുവർഷത്തിൽ നിന്റെ തലപ്പ് ആളുകൾ വന്ന് വെട്ടിക്കൊണ്ടുപോകുമെന്ന് മാഗ്പൈ പറഞ്ഞപ്പോഴും അതിന് ഭയം തോന്നി. വേനലിൽ ഉണങ്ങിപ്പോകുമെന്നോർത്തും ശരത്കാലത്ത് ഇലകൾ പൊഴിയുമെന്നോർത്തും അത് പേടിച്ചു. വർഷത്തിൻ്റെ അവസാന ദിവസം ഒരു മനുഷ്യൻ തന്നെ അടുത്തെത്തിയപ്പോൾ തൻ്റെ തലപ്പാവ് വെട്ടിക്കൊണ്ടുപോകുമെന്നോർത്തും അവൾ ഭയപ്പെട്ടു. മാഗ്പൈ വന്നതിന് ശേഷം ഭയത്തോടെയാണ് അവൾ ജീവിച്ചത്. ഡിസംബർ 31 ദേവദാരുവിനുണ്ടായ അനുഭവം എന്തായിരുന്നു? മാഗ്പൈ എന്ന പക്ഷി ദേവദാരുവിനോട് അവൾക്ക് പുതുവർഷം വരെ ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്നും ആരെങ്കിലും നിന്നെ വന്ന് വെട്ടിക്കൊണ്ടുപോകുമെന്നും പറയുന്നു. അതോടെ അവൾ ഓരോ നിമിഷവും ഭയന്നാണ് ജീവിച്ചത്. ഡിസംബർ മാസത്തെ കനത്ത മഞ്ഞ് വീണ് സ്വയം മുടപ്പെട്ട ദേവദാരു ഇനി തന്നെ ആരും കാണില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നു. എന്നാൽ പുതുവർഷത്തലേന്ന് വനപാലകൻ അവളെ തേടിയെത്തുന്നു. വളരെയധികം ഭയത്താൽ തൻ്റെ അന്ത്യമടുത്തു എന്ന് കരുതി അവൾ ബോധം കെട്ടു വീഴുന്നു. മരങ്ങളുടെ മഹത്വം അറിയുന്ന ഒരു വനപാലകനായിരുന്നു അത്. അവളെ വെട്ടിമാറ്റാതെ വരവേൽക്കാനായി അലങ്കരിച്ചു. എല്ലാ വർഷങ്ങളിലും അങ്ങനെ തന്നെ അവളെ നിലനിർത്താമെന്നും അയാൾ തീരുമാനിച്ചു. അതോടെ ദേവദാരുവിൻ്റെ ഭയം പമ്പ കടന്നു. വനത്തെ പാലിക്കുന്നവൻ, ഒറ്റപദമാക്കിയാൽ അത് വനപാലകൻ. സൂര്യൻ്റെ വെളിച്ചം സൂര്യവെളിച്ചം. അപ്പോൾ വനത്തെ പാലിക്കുന്നവൻ വനപാലകൻ, സൂര്യൻ്റെ വെളിച്ചം സൂര്യവെളിച്ചം. വൃക്ഷത്തിൻ്റെ തൈ വൃക്ഷത്തൈ. സ്വർണത്തിൻ്റെ നിറം സ്വർണ്ണ നിറം. പുതുതായ വർഷം പുതുവർഷം. മൃദുവായ സ്വരം മൃദുസ്വരം. വിഫലമായ ശ്രമം വിഫലശ്രമം. പരിസ്ഥിതിയുടെ ദിനം പരിസ്ഥിതി ദിനം. കാട്ടിലെ അരുവി കാട്ടരുവി. പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ പദങ്ങൾ ചേർത്തെഴുതുന്നതാണ് സമാസം. പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ പദങ്ങൾ ചേർത്തെഴുതുന്നതിനെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ വിതരണം ചെയ്യുന്നതിനായി ലഘുലേഖ തയ്യാറാക്കുക. പ്രകൃതിയെ കാക്കാം, ജീവന് തണലേക്കാം. പ്രകൃതി നശീകരണം എങ്ങനെയെല്ലാം? മരം മുറിക്കൽ, മണ്ണിടിക്കൽ, പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയൽ, ഫാക്ടറി മാലിന്യം ഒഴുക്കിവിടൽ, വാഹനങ്ങൾ ആവശ്യമില്ലാതെ സ്റ്റാർട്ട് ചെയ്ത് പുക പുറന്തള്ളൽ, കൃഷിപ്പാടങ്ങൾ നികത്തൽ, പ്രകൃതിലോല പ്രദേശങ്ങളിലെ മനുഷ്യൻ്റെ കൈകടത്തൽ, അശാസ്ത്രീയമായിട്ടുള്ള കെട്ടിട നിർമ്മാണ രീതികൾ, ജലസ്രോതസ്സുകളിലേക്കുള്ള മാലിന്യം വലിച്ചെറിയൽ, ഇങ്ങനെയെല്ലാം പ്രകൃതി നശീകരണം സംഭവിക്കും. എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാം? മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പുകമലിനീകരണം തടയുക, ജലസ്രോതസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം വലിച്ചെറിയാതിരിക്കുക, പ്രകൃതിക്കിണക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുക, കൃഷിയിടങ്ങളിൽ ജൈവവളങ്ങൾ ഉപയോഗിക്കുക, മണ്ണിടിക്കുന്നത് തടയുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഒഴിവാക്കുക, പരിസ്ഥിതി മലിനീകരണം ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ അറിയിക്കുക. മരങ്ങൾ പൂക്കുന്നത് റഫീഖ് അഹമ്മദിൻ്റെ കവിതയാണ്. ഇരുമരങ്ങളീ വഴിയരികത്ത് ഒരേ മഴ നനഞ്ഞോരോ വെയിൽ കുടിച്ചിരുണ്ട പച്ചില തഴപ്പുമായി നിൽക്കും
ഒരേ നിലാവ് വീണവയുടെ ഇലത്തലപ്പുകൾ മിന്നും. ഒരേ നക്ഷത്രങ്ങളവയുടെ മുടിയിഴകൾക്കുള്ളിൽ വന്നൊളിച്ചു കൺചിമ്മും. പരസ്പരം മിണ്ടാതോരോ മണ്ണിൽ തന്നെ. ഒരേ കാറ്റിൽ തുള്ളി ഇളകുമെന്നാലും അവരോ വെവ്വേറെ മരങ്ങളായി നിൽക്കും. ഒരു പുലർച്ചയിൽ ഇരുമരങ്ങളും നിറയെ പൂക്കളാൽ ജ്വലിച്ചിടും. ഒരു പക്ഷേ മണ്ണിനടിയിൽ ഗൂഢമായി അവ തമ്മിൽ വേരാൽ തൊടുന്നുണ്ടാവുമോ? റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ. റഫീഖ് അഹമ്മദ്. മരങ്ങൾ പൂത്തു നിൽക്കുന്നത് കാണാൻ എത്ര ഭംഗിയാണല്ലേ. ഇവിടെ ഭൂമിയെ സുന്ദരമാക്കുന്ന വൃക്ഷങ്ങളെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. മരങ്ങൾ പൂത്തു നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. ഭൂമിയെ സുന്ദരമാക്കുന്ന മരങ്ങൾ. മരങ്ങൾ വേറിട്ട് നിൽക്കുമ്പോഴും അവ സംസാരിക്കുന്നത് പരസ്പരം അറിയുന്നുണ്ട്. വേറിട്ടാണ് ഈ മരങ്ങൾ നിൽക്കുന്നതെങ്കിലും അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, തൊടുന്നുണ്ട്. മരങ്ങളുടെ സുന്ദരമായൊരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് റഫീഖ് അഹമ്മദ് മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിലൂടെ. ഈ കവിതയിലും കൊച്ചുദേവദാരു എന്ന കഥയിലും ഒരേ ആശയം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മരങ്ങളാണ്. ഭൂമിയെ സുന്ദരമാക്കുന്നതിൽ ചെടികൾക്കും മരങ്ങൾക്കും പുല്ലുകൾക്കുമെല്ലാം വലിയ പങ്കുണ്ട്. കൊച്ചുദേവദാരു എന്ന കഥയിൽ ആ ദേവദാരു വൃക്ഷം ഒരു തുറസായ സ്ഥലത്ത് ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. തൊട്ടടുത്ത് കാടുണ്ട്. ആ കാട്ടിലെ മൃഗങ്ങളോടും കിളികളോടും വണ്ടിനോടും എലികളോടും മുയലിനോടും ചിത്രശലഭത്തോടുമെല്ലാം അവൾ സംസാരിക്കുന്നുണ്ട്. അവരോടെല്ലാം നല്ല ചങ്ങാത്തത്തിലായിരുന്നു. അവർ സ്നേഹം പരസ്പരം പങ്കുവെക്കുന്നുണ്ട്. മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിൽ ഒരേ മണ്ണിൽ വേരുനിൽക്കുന്ന, ചില്ലകളാൽ പരസ്പരം തൊടുന്ന, ഒരേ വെയിലും മഴയും കാറ്റും നിലാവും ഏൽക്കുന്ന രണ്ട് മരങ്ങൾ പരസ്പരം മിണ്ടാതെ കാലങ്ങളോളം കഴിയുന്നു. ഒടുവിൽ അവ ഒരുമിച്ചാണ് പൂക്കുന്നത്. അപ്പോൾ അവർ പരസ്പരം വേരുകളാൽ സ്നേഹിച്ചിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. മരങ്ങൾക്ക് മാനുഷിക ഭാവം നൽകുകയാണ് എഴുത്തുകാർ ഇവിടെ. ഒറ്റക്കാണ് നിൽക്കുന്നതെങ്കിലും ഓരോ മരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യനെ പോലെ തന്നെ ഭൂമിയുടെ അവകാശികളാണ് ഈ വൃക്ഷങ്ങളും. നമ്മുടെ ഭൂമിയെ സുന്ദരമാക്കുന്നതിൽ ഈ വൃക്ഷങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ശുദ്ധമായ വായു നൽകുന്നത് മരങ്ങളാണ്. മരങ്ങളില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.